ഉടമ്പടി ഇല്ലാതെ ഇനി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പണ്ടത്തെ സാധാരണ പ്രാർത്ഥനയും ദൈവത്തിനെ പറ്റിപ്പും ചിലരുടെ പരിപാടിയും കൊണ്ടൊന്നും പറ്റത്തില്ല. ജോസഫ് ജോൺ തന്നെ ഫരീദാബാദ്, ഞാൻ ഡൽഹി ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ആ ഇടവക്കാരനാണ്. പക്ഷേ എടുക്കുന്ന നിലപാടുകൾ ഭയങ്കര രസമാണ്. അതൊരു കേവല പ്രാർത്ഥന ചൊല്ലണ ഒരു ജീവിയുടെ ഒരു നിലപാടല്ലത്. അതെന്ന് പറയുന്നത് വളരെ ഒരു വിഷയം വന്നാൽ ദൈവത്തിനെ മുൻനിർത്തി അതിനെ എങ്ങനെയാണ് ബിബ്ലിക്കലായിട്ട് സോൾവ് ചെയ്യേണ്ടത്, അതിന് എന്ത് ത്യാഗം സഹിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൂടെ നിന്ന് നിലപാടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ വൈഫ് പറഞ്ഞ നിങ്ങൾ ഈ 6 ലക്ഷത്തിന് എഴുതി വെക്കരുത്. അപ്പോൾ ജോസഫ് ജോൺ ചോദിച്ചു, നമ്മൾക്കിത് വേറെ എന്താ മാർഗം? നമ്മൾ ഒരു കൊല്ലം ജോലി ചെയ്യാതെ നിൽക്കുമ്പോൾ എന്തുമാത്രം ആൾക്കാരോട് നമ്മൾ കടം വാങ്ങിച്ചു. അവരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടില്ലേ, എനിക്കറിയാം എനിക്കിതിനുള്ള യോഗ്യതയില്ലെന്ന്. പക്ഷെ നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ? നമ്മുടെ യോഗ്യതയിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥത്തിലല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആരൊക്കെ ശമ്പളം വേണമെന്ന് പറയും. അതാണ് ശമ്പളം വേണം. കാര്യം എൻ്റെ കടക്കാരെ പിന്നെ ആരും നിർത്തും. അതിനുള്ള ബാധ്യത എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്? കാര്യം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഉടമ്പടിയോട് നമ്മൾ സത്യസന്ധമായിട്ടാണ് നിൽക്കണമെങ്കിൽ ദൈവത്തോട് നമ്മൾ ഏതറ്റം വരെയും നമുക്ക് ദൈവത്തോട് ബാർഗൻ ചെയ്യാൻ പറ്റും. ബാർഗൻ ചെയ്യാനല്ല, ദൈവത്തിരുസന്നിധിയിൽ ക്ലെയിം വെക്കാൻ പറ്റും. കവനൻ്റ് ഈസ് എ ക്ലെയിം. അത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മളെ ഈ പുതിയ വർത്തമാന കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും വേണ്ടി ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് സുവിശേഷ വിഹിതമായിട്ട് ആത്മാർത്ഥമായി എടുത്താൽ നമ്മൾ നിലവാരമുള്ള സാക്ഷ്യങ്ങൾ പറയാൻ പറ്റും.